ഇന്നൊരു അടിപൊളി ചിക്കൻ ചീസ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയാലോ? കണ്ടില്ലേ ചീസൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിഞ്ഞ് വരുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുക, ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയിട്ട് ഒന്ന് ഉടച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് സവാളയും പച്ചമുളകും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ചിക്കൻ വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ ഫില്ലിങ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്നൊരു അല്പം എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നൊരു ബോളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് 1 ടീസ്പൂൺ നിറയെ ചീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ഓവൽ ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഇവിടെ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ബാറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്കൊരു അല്പം മൈദയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്റർ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ തിന്നായ സേമിയ വേണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മൈദയുടെ മിക്സിൽ മുക്കുക, പിന്നെ സേമിയയിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഞാൻ അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഓരോ കട്ട്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.